നമസ്കാരം, ഞാൻ രാജു, പുനർജനി അഗ്രവാടൻ മാതൂട്ട്, കാഞ്ഞങ്ങാട് സൗത്ത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആണ് മാംഗോസ്. നമ്മളിപ്പോൾ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന മാംഗോസിനെ കുറിച്ചുള്ള ഒരു വിവരണം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാംഗോസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ചെറിയൊരു ഒരു വർഷം പ്രായമായ അല്ലെങ്കിൽ ഒരു 2 അടിയൊക്കെ വലിപ്പമുള്ള മാംഗോസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കായ പിടിച്ച് വരുമ്പോൾ ഒരു 8 വർഷം 9 വർഷമൊക്കെ ആവും. അപ്പോൾ നമ്മളെപ്പോഴും മാംഗോസ് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പമുള്ള, കഴിയുന്നതും വലിപ്പം, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് കഴിയുന്നതും വലിപ്പമുള്ള ചെടി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പം ഇത് കണ്ടല്ലോ, ഇതിപ്പം നമ്മുടെ ഏകദേശം കായ്ക്കാറായിട്ടുള്ള 7 വർഷം കഴിഞ്ഞ ഒരു മാംഗോസിൻ്റെ ചെടിയാണ്. അല്ല, ഇതൊക്കെ 7 വർഷം പ്രായമായിട്ടില്ല, ഏകദേശം കായ്ക്കാറായി. ഇപ്പം മണ്ണിൽ വെക്കുകയാണെങ്കിൽ എന്തായാലും കായ്ച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെടിയാണ് മാംഗോസ്. അപ്പോൾ നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ ചെടി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മാംഗോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്തോനേഷ്യയാണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇത് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. മാംഗോസ് നല്ല പഴമാണ്, പഴങ്ങളുടെ രാജ്ഞി എന്നാണ് മാംഗോസ് അറിയപ്പെടുന്നത്. അപ്പോൾ പഴങ്ങളുടെ രാജ്ഞി എന്ന് പറയുമ്പോൾ അത്രയും മധുരമായിട്ടുള്ള ഒരു ഫലമാണ്, നല്ല ടേസ്റ്റുള്ളൊരു ഫലമാണ് മാംഗോസ്. പുറത്ത് നല്ല കടും ചുവപ്പാണെങ്കിലും ഉള്ളിൽ നല്ല വെള്ള കളറാണ്, പുറത്ത് ഒരു നല്ല കട്ടിയുള്ള ഒരു ആവരണം പോലെ കിടക്കുന്നുണ്ട്. അതാണ് മാംഗോസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിപ്പം കണ്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മാംഗോസിനാണ്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതൊരു 60% വെയിൽ വേണ്ടു വരും. കൂടുതൽ വെയിലൊന്നും വേണ്ട, ബാക്കി തണലാണ് വേണ്ടത്. 60% തണലാണ് വേണ്ടത്. അതിനുശേഷം നമ്മളിത് വെക്കുന്ന ഇതും കൂടെ പറയാം. അതായത് നമ്മൾ ഇത് വെക്കുമ്പോൾ ഇത് വലിയ ചെടി ആയതുകൊണ്ട് എന്തായാലും ഒരു 1 മീറ്റർ ആണെങ്കിലും നമുക്ക് ഇതിന് കുഴി വേണ്ടി വരും. 1 മീറ്റർ വ്യാസം വേണ്ടി വരും, 1 മീറ്റർ അതുപോലെ ആഴവും വേണ്ടി വരും. അപ്പോൾ അതിൽ നമുക്ക് എല്ലുപൊടി ഇടാം, ചാണകപ്പൊടി, ചാണകപ്പൊടിയൊക്കെ കുറച്ച് നല്ല ക്വാണ്ടിറ്റി തന്നെ വേണം. ഒരു 5-10 കിലോനെങ്കിലും വേണ്ടി വരും. കിലോയെങ്കിലും ചാണകപ്പൊടി ഇടുക. അതുപോലെ 2 കിലോ എല്ലുപൊടി, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, അത് എല്ലാം അങ്ങനെയുള്ള ജൈവവളങ്ങളൊക്കെ ഇട്ടുകൊണ്ടായിരിക്കണം നമ്മളിത് നടേണ്ടത്. ഇപ്പോൾ ഈ കവർ കയറിക്കൊണ്ട് ഇത് നമ്മൾ ബഡല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്ര മൂടിയാലും കുഴപ്പമൊന്നുമില്ല, അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. അപ്പോൾ അങ്ങനെ നട്ട് വളർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് മാംഗോസും പെട്ടെന്ന് വളരും, പെട്ടെന്ന് കായ തരും. നമുക്ക് ഒരു വർഷം ഒന്നും വേണ്ടി വരില്ല ഇനി കായ പിടിക്കാൻ, കാരണം 7 വർഷം കഴിഞ്ഞൊരു ചെടിയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് കിടക്കുന്ന മാംഗോസിൻ്റെ കീഴിരുന്നിട്ടാണ് അദ്ദേഹം അധികം രചനകളൊക്കെ നടത്തിയിരുന്നത് എന്ന് നമ്മൾ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം പഴയ കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് മാംഗോസ് കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളർത്തുന്നുണ്ട്. മാവിനെ പോലെ തന്നെ മാംഗോസിനും നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈ നമ്മുടെ കാഞ്ഞങ്ങാട് മാതൂട്ട് ഉള്ള പുനർജനി അഗ്രോ ആൻഡ് നഴ്സറിയിൽ ലഭ്യമാണ്. ആർക്കും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. നമ്മുടെ നമ്പർ ഞാൻ ഇതിൽ മുകളിൽ കൊടുക്കാം. നന്ദി, നമസ്കാരം.